എടാ രാഹുലേ, എടാ ഞാൻ ബസ് കാത്ത് നിൽക്കുവാടാ. എടാ പുതിയ സൈറ്റാണെന്ന് എനിക്കും അറിയാം. നീ ഒരു കാര്യം, ഞാൻ ചാന്ത കൂട്ടിക്കൊണ്ട് നമ്മൾ ഒരുപാട് വർഷമായില്ലേ കണ്ടിട്ട്? ഒരുപാട് വർഷമാണ്. ഫാമിലി എടാ ഒരു മിനിറ്റ്. ഓക്കെ, സോറി. ഫാമിലിയൊക്കെ എവിടാ? ഫാമിലി ഒരു കുഞ്ഞുണ്ടാ, വൈഫും ഉണ്ട്, ഹാപ്പി ആയിട്ട് പോകുന്നു. അവിടെ എങ്ങനെ? ഞാനും ഹസ്ബൻഡും പുറത്താ. എടാ നമുക്ക് ഇനി എവിടെയെങ്കിലും വെച്ച് കാണാം. ഹലോ അണ്ണാ, നിങ്ങൾ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? എടാ ഞാൻ അഞ്ജലിയെ കണ്ടായിരുന്നു. അണ്ണാ അവക്ക് വേണ്ടിട്ടല്ലേ നിങ്ങൾ കല്യാണം പോലും കഴിക്കാത്ത? എടി നീ എന്തിനാണ് അവനോട് കള്ളം പറഞ്ഞത്? പിന്നെ ഞാൻ എന്ത് പറയണമായിരുന്നു? അണ്ണാ അവക്ക് വേണ്ടിട്ടല്ലേ നിങ്ങൾ കല്യാണം പോലും കഴിക്കാത്ത? നീ ഇവിടെ മൂളിക്കൊണ്ടിരുന്നോ? നീ കുറെ കാലങ്ങൾക്ക് ശേഷമല്ലേ അവനെ കാണുന്നത്, എന്നിട്ട് നീ അവനോട് ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്ത് പറയാനാ? എന്ത് പറയാനെന്നാ? അണ്ണാ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയരുത്. നല്ലൊരു അവസരം കിട്ടിയെങ്കിൽ. എടാ ഞാൻ പറയാൻ പോയതാ. എടാ ഒരു മിനിറ്റ്. ഹലോ, ആ ചേട്ടാ, ഞാൻ ഇവിടെ നിൽപ്പുണ്ട്. ഞാനും കൂടെ വന്നിട്ട് നമുക്ക് മോളെ പിക്ക് ചെയ്യാം. ഓക്കെ? ഓക്കെ. മോളോ? അപ്പൊ കല്യാണം കഴിഞ്ഞോ? സോറി. ഫാമിലിയൊക്കെ എവിടാ? ഫാമിലി ഒരു കുഞ്ഞുണ്ട്, വൈഫും. എടി നീ എന്തിനാണ് അവനോട് കള്ളം പറഞ്ഞത്? പിന്നെ ഞാൻ എന്താ വേണ്ടിയിരുന്നത്? ഇത്രയും കാലം ഞാൻ അവനെ സ്നേഹിക്കുമായിരുന്നു എന്നും അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തതെന്നും ഞാൻ അവനോട് പറയണമായിരുന്നു. ചേട്ടാ അവന് നല്ലൊരു ഫാമിലി ഉണ്ട്. അണ്ണാ ഫാമിലി ഉണ്ടെങ്കിൽ എന്താ? അണ്ണാ ഇത്രയും നാളായിട്ട് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരാനുള്ള ഇഷ്ടം നിങ്ങൾക്കൊന്ന് തുറന്ന് പറഞ്ഞുകൂടെ? നിങ്ങളെ മനസ്സിലെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് നിങ്ങൾ ഈ പറയണമെന്ന് മനസ്സിലാക്കി. എടാ ഞാൻ എന്ത് മനസ്സിലാക്കണോ രാഹുലേ? എടാ അവക്കൊരു കുടുംബം ഉണ്ടാ. എങ്ങനെയാണ് അവളുടെ അടുത്ത് നിന്ന് പറയുന്നത്? അവൾ എവിടെ നിന്നാലും സന്തോഷത്തോടെ ജീവിച്ചാൽ മതിടാ. എനിക്കത് മതി. നീ എന്റെ ലൈഫിൽ നീ ഒരു പെണ്ണില്ല. അതൊക്കെ കരയുന്ന അത് പോട്ടെ. പിന്നെ നിങ്ങളിപ്പോ ഇപ്പൊ എത്തോടാ? പിന്നെ ചാന്തൂട്ടി കഴിഞ്ഞോ? ചാന്ത് ചെയ്ത് സിമെന്റ് ചെയ്ത് നടന്നുകൂടാത്ത എന്റെ തന്നെ നിങ്ങൾ കൂട്ടാൻ പറയുന്ന കൂട്ടിയില്ല. ഞാൻ വന്നിട്ട് കൂട്ടാം. ശരി, ബാ. ഇവിടെ നീ ചട്ടി എടുത്ത് വെച്ചാ ഞാൻ ഇവിടെ എത്തി. സൈറ്റ് ഞാൻ ഇവിടത്തെ പണി ചെയ്യാൻ വേണ്ടി വന്നു. എന്താ? അല്ല ഞാൻ ഇവിടത്തെ ജോലി ചെയ്യാൻ വേണ്ടി വന്നു. ചേച്ചി, ഇതാണ് നമ്മുടെ മെയിൻ മേശിരി. പുള്ളിക്ക് ഒരു ആപ്പിന്റെ കോൺട്രാക്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞിട്ട് ഇപ്പോഴാ വരുന്നു. അണ്ണ ഇത് പരുക്ക മണലാണ്, അരിക്കാൻ നടക്കില്ല. ഇവിടത്തെ പണി നടക്കൂല. അത് കുഴപ്പമില്ല, ഒരു അരിപ്പ വാടകയ്ക്ക് എടുത്ത് തന്നാ ഞാൻ അരിച്ചോളാം. നിന്റെ അടുത്തല്ലേ പറഞ്ഞു ഇവിടത്തെ പണി നടക്കൂലെന്ന്? അണ്ണാ നിങ്ങൾ ഇത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും വീണ്ടും ആ ചേച്ചി നിങ്ങളെ മുന്നിൽ കൊണ്ടെത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടെന്ന് വേണ്ട, നിങ്ങൾ പറയണ്ട, ഞാൻ പോയി പറഞ്ഞോളാം. ഞാൻ പറയാം. അനു, ഇന്നും താമസിച്ചോ? ഞാൻ ഇട്ടതാ. എന്താ ചേട്ടനാ പറ്റില്ല? ചേട്ടൻ എടാ ചെറ്റേ, പുത്തമ്പുരകൻ ശ്രീധരൻ നായരുടെ കുടുംബത്തിലെ പെണ്ണിനെ തന്നെ വേണോടാ? നാറി. എന്റെ പെങ്ങളെ തന്നെ വേണമല്ലോടാ നിനക്ക് പ്രേമിക്കാൻ? ഇനി ഇവിടെ പുറകെ നടന്നാ കൊന്ന് കുഴിച്ചു കൊടുഞ്ഞായി. അനുവിനിപ്പോ കൺസ്ട്രക്ഷന്റെ പരിപാടിയാണ്. അതെ, ഞാൻ അവളും പുറത്തായതുകൊണ്ട് ഇത് ആർക്കാ കൊടുത്തിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. പഴയൊന്നും മനസ്സിലല്ലോ. അനു പറയുന്നുണ്ടോന്ന് തോന്നുന്നു.
നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു കോണ്ടാക്ട് വെക്കുന്നത് എനിക്ക് പേഴ്സണലി അത്ര നന്നായിട്ട് തോന്നുന്നില്ല. ഒന്നുമില്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും 2 കുടുംബമൊക്കെ ആയില്ലേ. അതുകൊണ്ട് നീ പണി അങ്ങോട്ട് തരാം. ശരിടാ. ചാവി ഇങ്ങോട്ട്. നിങ്ങളുടെ പ്രേമം പൂത്തലയത്തിന്റെ കാര്യം മനസ്സിലായി. മറ്റേ പുള്ളിയിലെ നടിയിട്ടിട്ടു. എനിക്കെന്ത്, എന്റെ ഒരു ദിവസത്തെ കൂലി പോയി. അണ്ണാ, നിങ്ങൾ മുനക്കരണ്ട് എടുത്തായിരുന്നു. ഇല്ലടാ, ഞാൻ പോയിട്ടില്ല. എടാ നാളെ വല്ലതും എടുക്കാം. പിന്നെ നിങ്ങളുടെ പ്രേമത്തിന് വേണ്ടി എന്റെ കറണ്ട് കളയാൻ പറ്റൂല. ശരി. എന്തേ? അഞ്ജലി ചേച്ചി തരാനല്ലേ? അതെ. ചേട്ടാ ഇല്ലേ കാണിക്കുന്നേ? തല്ലുന്നേ? ഇയാൾ അനുചേട്ടനോട് പണിക്കൊന്നും പണിക്കാരനല്ലേ? നീ എന്നെ എന്തുണ്ടാ പല്ലേ? നിനക്ക് തലയ്ക്ക് പ്രാന്താണോ? എനിക്കല്ല ഭ്രാന്ത്, അങ്ങേരെക്കാണ് ഭ്രാന്ത്. നിങ്ങളെ പെങ്ങളെ ആലോചിച്ചോണ്ട് നടന്നില്ലേ? അങ്ങേരെക്കാണ് ഭ്രാന്ത്. അങ്ങേര് ഇപ്പൊ കല്യാണം കഴിക്കാൻ നടക്കണത് നിങ്ങൾ ഒറ്റ കൊടുത്ത കാരണമാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തല്ലിയത്. അനുചേട്ടൻ ഇതുവരെയ്ക്കും കല്യാണം കഴിച്ചിട്ടില്ലേ? അതല്ലോ ഞാൻ ആദ്യം പറഞ്ഞ അങ്ങനെ വേറെ കെട്ടിയിട്ടില്ലെന്ന്. ഓ, നിങ്ങൾക്ക് എന്ത്? വീട്ടുകാര് പറഞ്ഞ ചെറുക്കനെയും കെട്ടി സുഖമായിട്ടല്ലേ ജീവിക്കുന്നത്? പോയപ്പോ ആർക്ക് പോയി? എന്റെ അണ്ണന് പോയി. അതിന് ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? നിന്റെ അടുത്ത് ആടാ പറഞ്ഞത്? കെട്ടിയിട്ടില്ലേ? പിന്നെ അതറിയാതെ നടക്കുന്നു. അഞ്ജലി കല്യാണം കഴിച്ചില്ലായിരുന്നോ? അല്ലപ്പാ, അപ്പനെ എന്തിനാ അമ്മ അടിച്ചത്? അതെ മോളെ, അപ്പം പറയാനുള്ള കാര്യം ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ അടിക്കാതിരിക്കും. അല്ലെങ്കിൽ അപ്പനൊരു ധൈര്യമില്ല. മാമന്റെ അതേ സ്വഭാവം തന്നെ. തരതി വീട്ടിൽ